എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ. നമ്മുടെ മിക്ക വീടുകളിലും മാമ്പഴം കുറച്ച് കൂടുതൽ കിട്ടിയാൽ പകുതിയും വേസ്റ്റാക്കി കളയുമല്ലേ. ഇനി ഒരു കഷ്ണം മാമ്പഴം പോലും വെറുതെ കളയണ്ട കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി വെച്ചോ. ഒരു കിടുക്കാഴ്ച ഐറ്റമാണേ. ഒരു രക്ഷയില്ലാത്ത രുചിയാട്ടെ മാമ്പഴ ലഡുവിന്. നമുക്കിങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴ ലഡു തയ്യാറാക്കാൻ മാമ്പഴം ചെത്തി ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, ഒന്നും ചേർക്കണ്ട കേട്ടോ. പതുക്കെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മൂടി വെച്ചിരുന്നാൽ അത് വെന്ത് കിട്ടും. ചൂടടിക്കുമ്പോഴത്തേന് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. എന്നിട്ട് അത് ആ വെള്ളത്തിലിരുന്ന് വെന്തോളും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കൂടെ വറ്റിക്കാൻ നിൽക്കണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് മാംഗോ പൾപ്പ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഉരുളിയിലേക്ക് ഇടുന്നെങ്കിൽ അപ്പം ആകെ പൊട്ടിത്തെറിച്ച് നമ്മുടെ പാത്രത്തിലും മേത്തേലും ഒക്കെ പൊട്ടിത്തെറിച്ച് നമുക്കിങ്ങനെ ഇളക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കിങ്ങനെ എടുത്ത് ചെയ്യുവാണ് കുറേ എളുപ്പം. ഞാൻ പലതവണ ചെയ്തിട്ടും എനിക്കിതാ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. അധികം ഇളക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇനിയും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്മാഷർ ഉപയോഗിച്ച് ഉടച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ച് ഉടയ്ക്കാം. അതും അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാലും നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. മാമ്പഴം അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ കഷ്ണം ഇടയ്ക്ക് കടിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് ഉടയ്ക്കുമ്പോഴത്തേനെല്ലാം ഉടഞ്ഞു പൊക്കോളും. ഇനി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി കടും മധുരമൊന്നും വേണ്ട. മാമ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമല്ലോ. ഇതിന് ശേഷം നല്ലപോലെ വെന്തുടഞ്ഞതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇനിയും നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അതൊരു പണിയാണ്. ഞാനിത് ഒന്നിച്ചൊന്നുമല്ല ചെയ്യുന്നത്, പല തവണയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് ഉടയാത്ത മാങ്ങ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെള്ളം വറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലവണ്ണം അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇട്ട് കൊടുത്താണെങ്കിലും ലഡുവാക്കി എടുക്കുക കേട്ടോ. ഇത് ഞാൻ കുറച്ചുള്ളപ്പോഴാണ് ഇങ്ങനെ ചെയ്യുക. ഞാൻ കൂടുതലുള്ളത് കാരണമാണ് മറ്റേ ഉരുളിയിലിട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പല പ്രാവശ്യം ഒരു കഷ്ണം മാങ്ങ പോലും കളയുന്നില്ല. എനിക്കിങ്ങനെ എത്ര ഉണ്ടാക്കി വെച്ചാലും ചിലവാകും കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിലും ഒക്കെ ടേസ്റ്റാണേ. അപ്പോൾ ഞാൻ ഉരുളിയിലുണ്ടാക്കി എൻ്റെ മാങ്ങാമ്പഴം ഇത്രയായിട്ട് വെള്ളം വറ്റിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പല തവണയായിട്ട് ചെയ്യുന്ന. കാലത്ത് കുറച്ച് സമയം ഇളക്കും, അതിന് വൈകുന്നേരം കുറച്ച് സമയം ഇളക്കും. അങ്ങനെ ഒന്നിച്ചിളക്കി കുറേ സമയം വേസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടുമാണല്ലോ, മടുപ്പമാണല്ലോ അത്. അപ്പോൾ അത് കാരണം പല തവണയായിട്ട് നമുക്കിങ്ങനെ ചെയ്താൽ പല പ്രാവശ്യമായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി വറ്റിക്കാം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡ്രൈ ആയി കിട്ടും ഇതേ മാമ്പഴം. ചക്കപ്പഴം പോലെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചക്കപ്പഴത്തിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ചക്കപ്പഴത്തിനേക്കാളൊക്കെ 100 ഇരട്ടി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കയോ ചുക്കോ അങ്ങനത്തെ യാതൊരു മസാലകളും ചേർക്കേണ്ട. നമ്മുടെ മാമ്പഴത്തിൻ്റെ അതേ രുചി നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഒന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ മാമ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാം മാറിപ്പോവില്ലേ. ശരിക്കും പറഞ്ഞാൽ മാമ്പഴത്തിൻ്റെ രുചിയും ആ മധുരവും എല്ലാം കൂടി ഈ ലഡു ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണേ. ഇത് ഇരുന്നോളും, കുറേ കാലം ഇരുന്നോളും. നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കുകയും ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന് അവിടെ ഇരുന്നോളും, നാശമായി പോകത്തൊന്നുമില്ല. നല്ലപോലെ വെള്ളം പറ്റിച്ചല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ലഡുവാക്കി എടുത്താൽ മതി. ഇങ്ങനെ ഉരുളിയിൽ നിന്ന് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി തീരെ അടി പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 1-2 സ്പൂൺ കൂടെ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏതൊക്കെയായാലും നമ്മുടെ മാമ്പഴം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുട്ടിയെടുക്കണേ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെറിയ ബോളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ എങ്ങനെ ഉരുട്ടിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലപോലെ തണുത്തതിന് ശേഷം ഉരുട്ടുന്നത്. ചൂടോടെയാണ് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. നല്ലപോലെ തണുത്തതിന് ശേഷം ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തത്. തണുത്താൽ ഇങ്ങനെ ഉരുണ്ട് കിട്ടിക്കോളും, ഒരു കുഴപ്പമില്ല. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം പല ഷേപ്പിൽ. ഇനി എന്ത് ഷേപ്പ് വേണമെങ്കിലും ആക്കി എടുക്കാം കേട്ടോ. ഇനി അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മുറിച്ച് വേണേൽ എടുക്കാം, എങ്ങനെ വേണേൽ എടുക്കാവേ. ഞാൻ ഉരുട്ടിയെടുക്കാനുള്ളൊരു എളുപ്പവഴിയാട്ടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുളിയിലേക്ക് ഇടുന്ന് ഉരുട്ടിയെടുത്താൽ ഒക്കെ ഒന്ന് നല്ലപോലെ കയ്യിലിട്ട് വല്ലാതെ ഉരുട്ടാതെ തന്നെ ഒന്ന് മിനുസപ്പെട്ട് കിട്ടാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കി, എളുപ്പമുണ്ട് ഉരുട്ടിയെടുക്കാനായിട്ടേ. അപ്പോൾ ഇനി ഇങ്ങനെ ഉരുണ്ട് കഴിഞ്ഞാൽ വേറൊരു പരിപാടിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ എള്ള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കോക്കനട്ടും മാങ്ങയും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ ആ കോക്കനട്ട് കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്നുകൂടെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പം കാണാനൊരു ലുക്കുണ്ട്, ഒരു ടേസ്റ്റും ഉണ്ട്, രസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണേൽ തയ്യാറാക്കാം. മലയാള എള്ള് വേണേൽ ചേർക്കാം, വെളുത്ത എള്ള് വേണേൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ സൗകര്യം പോലെ ചെയ്യാവുന്നുള്ളൂ. എന്തായാലും ഇത് എള്ള് ചേർത്താലും തേങ്ങ ചേർത്താലും ഒക്കെ ഈ മാമ്പഴത്തിൻ്റെ രുചി അടിപൊളിയാണ് കേട്ടോ. നമ്മൾ തിരയൊക്കെ ഉണ്ടാക്കുകയല്ലേ, പക്ഷേ അതിനെക്കാട്ടിലൊക്കെ എത്രയോ ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനാണെങ്കിലും നല്ലൊരു ലുക്കല്ലേ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്